ഇനി വീട്ടിലിരുന്നിട്ട് കരയാനുള്ള എല്ലാം നമ്മുടെ സമയം. ഇനി നിങ്ങൾ ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റിയാലിറ്റീനെ ആർക്കും മറച്ചു വെക്കില്ല, മറച്ചു വെക്കാൻ പറ്റൂല. നമുക്കറിയാം ഇതുകൊണ്ട് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളെക്കാളും മാർക്ക് കുറവുള്ള കുട്ടികൾ ഇപ്പോഴേ അഡ്മിഷനൊക്കെ എടുത്തിട്ട് അവർ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഇനി വൈകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു സ്കോർ നമുക്ക് അവസാനം അടുത്ത വർഷം എടുക്കാൻ പറ്റാണ്ട് പോകും. മക്കളെ, നിങ്ങളെ നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മുടെ ഒരു കൊല്ലത്തിലെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇനി അതല്ല 600 മാർക്കോളം കിട്ടി, ഇനി ഇതുകൊണ്ട് അഡ്മിഷൻ ആവില്ല. അങ്ങനെയാണെങ്കിൽ ഇനി വീട്ടിലിരുന്നിട്ട് കരയാനുള്ള എല്ലാം നമ്മുടെ സമയം. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്നുകിൽ JPCയിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എവിടെയോ അങ്ങോട്ടേക്ക് പോവാം. എന്തുകൊണ്ടാണെന്നറിയോ? ഇനി നിങ്ങൾ ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റിയാലിറ്റീനെ ആർക്കും മറച്ചു വെക്കില്ല, മറച്ചു വെക്കാൻ പറ്റൂല. നമുക്കറിയാം ഇതുകൊണ്ട് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്തോ, പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങിക്കോ. അടുത്ത വർഷം നമുക്ക് നല്ല കോളേജിൽ കയറണം. അപ്പം നേരത്തെ തുടങ്ങുക. വെറുതെ ഇനിയും വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്ത് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ പോയിക്കോ. പക്ഷേ ഇപ്പം ഇങ്ങളിങ്ങ് വാ, വേഗം തന്നെ നമുക്ക് തുടങ്ങണം. അല്ലാതെ ഇനിയും ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി പോകും. നമ്മുടെ കയ്യിൽ കുറേ കണ്ടന്റ് ഉണ്ട്. നിങ്ങളെക്കാളും മാർക്ക് കുറവുള്ള കുട്ടികൾ ഇപ്പോഴേ അഡ്മിഷനൊക്കെ എടുത്തിട്ട് അവർ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു സ്കോർ നമുക്ക് അവസാനം അടുത്ത വർഷം എടുക്കാൻ പറ്റാണ്ട് പോകും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? വേഗം തന്നെ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് JPCയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഫാസ്റ്റ് ബാച്ച് ഉണ്ട്. നിങ്ങളുടെ 100 days കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീർത്ത് നിങ്ങൾ കംപ്ലീറ്റ് എക്സാംസ് എഴുതിച്ച് നിങ്ങൾ നല്ല റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ബാച്ച്. ആ 100 days നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ വേണ്ട തിയറിയൊക്കെ പഠിച്ച് അതിൽ തന്നെ ഫിസിക്സിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് തന്നുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. ഇത് കഴിഞ്ഞിട്ടില്ലേ, അവസാനമുള്ള എല്ലാ മാസങ്ങളും നമ്മുടെ മുന്നിലിരിക്കുന്ന 7-8 മാസത്തോളം നമ്മൾ ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്യും. അവസാനത്തെ 3 മാസം ഓരോ ദിവസവും നമ്മൾ 2 പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളിങ്ങ് വാ. നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഒന്ന് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്. എത്ര വർഷമായി പോയി എന്നൊന്നും ഇനി ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അങ്ങനെ പറയുന്നത് മറ്റുള്ളവർ ഇത് പറയുന്നത് ഇതൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ വന്നോ, നമുക്കേ എവിടെ JPCയിൽ പഠിക്കാം. നിങ്ങൾക്ക് ഫീസിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. നല്ല മാർക്ക് കിട്ടിയിട്ടും നിങ്ങൾ എന്തിനാ ഫീസിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ആലോചിക്കുന്നത്? നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും പഠിക്കാം ഇവിടെ JPCയിൽ. അപ്പോൾ മക്കളെ, ഇനി ആലോചിച്ച് നിൽക്കല്ലേ. ഇനിയും ആലോചിച്ച് നിന്നാൽ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു. നിങ്ങൾ വേഗം വാ. 3 മാസം പഠിത്തം, ബാക്കി മാസം എക്സാംസ്, റിവിഷന്. അടിപൊളിയായിട്ട് നമുക്ക് പോവാം. നിങ്ങൾ വാട്ടോ. ഓക്കെ.